നമസ്കാരം. 2024 എന്ന പുതുവർഷവുമായി ബന്ധപ്പെട്ട് പറയുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും വളരെയധികം സൗഭാഗ്യം അവരുടെ ഭർത്താവിനും അതേപോലെ തന്നെ സന്താനങ്ങൾക്കും കുടുംബത്തിനും നൽകുവാൻ സാധിക്കുന്നവരാണ്. ഈ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ 2024 സംഭവിക്കും, അവരുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ അവരുടെ ഭർത്താവിനും അതേപോലെ സന്താനങ്ങൾക്കും കുടുംബത്തിനും ലഭിക്കും എന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഈ പരാമർശിക്കുന്നത് എല്ലാം തന്നെ പൊതുഫലപ്രകാരമാകുന്നു. എന്നിരുന്നാലും 80% ഈ നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ നൽകുവാൻ സാധിക്കും എന്നും അവർക്ക് ജീവിതത്തിൽ ഈ 2024 എന്ന പുതുവർഷത്തിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതുമാകുന്നു. ഈ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് 2024 ബുദ്ധിപരമായ പല നീക്കങ്ങളും നടത്തുവാൻ സാധിക്കും. ബുദ്ധിപരമായ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ ഇവർക്ക് സാധിക്കും. അതിനാൽ തന്നെ വളരെയധികം നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാകുന്നു. ധൈര്യമുള്ളവരും കൗശലക്കാരുമായി പെരുമാറുവാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ 2024 ഇവർക്ക് വന്നു ചേരും. അതിനാൽ തന്നെ ഇവർക്കും ഇവരുടെ കുടുംബാംഗങ്ങൾക്കും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. ഗുണഫലങ്ങൾ ഇവരുടെ കുടുംബത്തിനും ലഭിക്കും എന്ന് തന്നെ പറയാം. കൂടാതെ സാമ്പത്തികമായി അഭിവൃദ്ധിയും ആഡംബര ജീവിതവും വന്ന് ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തിക സ്ഥിതി ഉണ്ടാകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ഭർത്താവിനും സന്താനങ്ങൾക്കും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഇവർ മൂലം വന്ന് ചേരാവുന്നതാകുന്നു. കൂടാതെ ഈ സമയം നിക്ഷേപങ്ങൾക്കും മികച്ച വർഷം തന്നെയാകുന്നു. നിക്ഷേപങ്ങൾ നടത്തുവാനും അതുവഴി ഗുണഫലം കുടുംബത്തിൽ ലഭിക്കുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഇവർക്ക് സാധിക്കും. പല അനുകൂലമായ ഫലങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല വിഷമഘട്ടങ്ങളും തരണം ചെയ്യുവാൻ ഇവർക്ക് ഈ സമയം സാധിക്കുന്നതാകുന്നു. അതിനാൽ അശ്വതി നക്ഷത്രക്കാരായ വ്യക്തികൾ അഥവാ സ്ത്രീകൾ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും അവർക്ക് സൗഭാഗ്യം നിറഞ്ഞ വർഷമായിരിക്കും. കൂടാതെ അവരുടെ സന്താനങ്ങൾക്കും ഭർത്താവിനും ഈ സൗഭാഗ്യം നൽകുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. രണ്ടാമത്തെ നക്ഷത്രമായി പറയുന്നത് രോഹിണി നക്ഷത്രക്കാരാകുന്നു. രോഹിണി നക്ഷത്രക്കാർക്ക് ആകർഷകമായ സ്വഭാവ സവിശേഷതകൾ ഉള്ളവരാകുന്നു. 2024 ഇത്തരം സ്വഭാവ സവിശേഷതകൾ ഇവർക്ക് തുടരുവാൻ സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. സന്തോഷം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുവാൻ ഇവർക്ക് സാധിക്കും. വളരെയധികം ബഹുമാനം പ്രത്യേകിച്ചും രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഈ വർഷം ലഭിക്കുന്നതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും വിദ്യാഭ്യാസ മേഖലയിൽ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. നിങ്ങളുടെ മക്കൾക്ക്, അതായത് രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകളുടെ മക്കൾക്കും വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതാകുന്നു. ഭർത്താവിന്റെ കഠിനാധ്വാനത്തിനും പരിശ്രമത്തിനും വളരെയധികം ഫലം ലഭിക്കുന്നതാകുന്നു. സാമ്പത്തിക നേട്ടങ്ങൾ ഇരട്ടിയായി തന്നെ വന്നു ചേരും. അതിനാൽ രോഹിണി നക്ഷത്രക്കാർക്ക് അവരുടെ ഭർത്താവിനും സൗഭാഗ്യങ്ങൾ നൽകുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് 2024. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. അതിനാൽ രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകളുടെ ഭർത്താക്കന്മാർക്ക് പ്രത്യേകിച്ചും വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ഈ സമയം വളരെയധികം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ജോലി ലഭിക്കുവാനും സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൊണ്ടുവരുവാനും ഇവർക്ക് സാധിക്കുന്നതാകുന്നു. അതിനാൽ രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകളുടെ സൗഭാഗ്യത്താൽ ഈ വർഷം കുടുംബം വളരെയധികം ഉയർച്ചയിൽ എത്തുവാൻ സാധ്യത കൂടുതലാണ് എന്നുകൂടി അറിയുക. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തിരുവാതിര നക്ഷത്രമാകുന്നു. തിരുവാതിര നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് കുടുംബത്തിലേക്ക് സൗഭാഗ്യം കൊണ്ടുവരുവാൻ സാധിക്കുന്ന വർഷമാണ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും ഭർത്താവിന് സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുന്ന സമയമാകുന്നു. കഠിനാധ്വാനത്തോടെ ഇവർ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും വിജയത്തിൽ എത്തുന്നതാകുന്നു. ഒരുപാട് സന്തോഷ വാർത്തകൾ ഇവർക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. ഏതൊരു ശ്രമവും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളും വിജയത്തിലെത്തുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഭർത്താവിനും ഇത്തരത്തിലുള്ള ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം.
പണവും പ്രശസ്തിയും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാകുന്നു. അതിനാൽ കുടുംബത്തിന്റെ അന്തസ്സും വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. തിരുവാതിര നക്ഷത്രക്കാരായ സ്ത്രീകളാൽ കുടുംബത്തിന്റെ അന്തസ്സ് ഉയരുന്ന ഒരു വർഷം കൂടിയാണ് 2024. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. ഭർത്താവിനും ഇത്തരത്തിൽ തൊഴിൽ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ വിദേശത്ത് പോലും ജോലി ലഭിക്കാനുള്ള സാധ്യത ഭർത്താവിനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ആഗ്രഹിക്കുന്ന രീതിയിൽ മികച്ച അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുകയും അതിനാൽ സാമ്പത്തികപരമായും അല്ലാതെയും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. നിരവധിയാർന്ന സൗഭാഗ്യങ്ങൾ 2024 ഇവർക്ക് ഗൃഹങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. അതിനാൽ തിരുവാതിര നക്ഷത്രക്കാരായ സ്ത്രീകൾക്കും ശുഭകരമായ സമയം തന്നെയാണ് ഇത്. എന്നാൽ ഇവരുടെ മനസ്സ് വിഷമിപ്പിക്കുകയാണ് എങ്കിൽ തിരിച്ചടി ഉറപ്പാണ്. അതിനാൽ ഈ കാര്യവും ശ്രദ്ധിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാർക്ക് പൊതുവെ മറ്റുള്ളവരോട് അനുകമ്പ പ്രകടിപ്പിക്കുന്നവരാകുന്നു. അതിൽ മുന്നിൽ നിൽക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. എന്നാൽ 2024 എന്ന പുതുവർഷവുമായി ബന്ധപ്പെടുത്തി നോക്കുകയാണ് എങ്കിൽ ഈ നക്ഷത്രക്കാർക്ക്, പൂയം നക്ഷത്രക്കാർക്ക് വീട്ടിലേക്ക് സൗഭാഗ്യം കൊണ്ടുവരുവാൻ സാധിക്കുന്ന നക്ഷത്രമായി പറയാം. പൂയം നക്ഷത്രക്കാരായ സ്ത്രീകൾ വീടുകളിലുണ്ട് എങ്കിൽ 2024 അത് ഭാഗ്യം തന്നെയാകുന്നു. ഭർത്താവിനും കുടുംബത്തിലേക്കും സൗഭാഗ്യം നിറയ്ക്കുവാൻ ഇവർക്ക് സാധിക്കും. ഭർത്താവുമായി ബന്ധപ്പെട്ട് അത്ഭുതകരമായ നേട്ടങ്ങൾ വന്നു ചേരാം. തൊഴിൽ മേഖലയിൽ ഭർത്താവിന് പെട്ടെന്ന് ഉയരാം. അതേപോലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ നേട്ടങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. പ്രധാനമായും ഭർത്താവിനാണ് വളരെയധികം സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന കാര്യവും ഓർക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ വഴിമാറി പോകുവാനും സാമ്പത്തികപരമായ നിക്ഷേപങ്ങൾ ഈ സമയം വന്ന് ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. വിദ്യാർത്ഥികൾക്കും അതായത് മക്കൾക്കും വളരെ അനുകൂലം തന്നെയാണ് ഈ സമയം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പ്രധാനമായും സാമ്പത്തികപരമായ നേട്ടങ്ങളോടൊപ്പം മനസ്സമാധാനം കൂടി ലഭിക്കുന്ന വർഷം കൂടിയാണ് ഇത്. പൂയ നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂരം നക്ഷത്രമാകുന്നു. പൂരം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിൽ വളരെ ശുഭകരമായ വർഷമായി 2024 മാറാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ചില പ്രശ്നങ്ങൾ തുടക്കത്തിൽ നേരിടേണ്ടി വരും എങ്കിലും അതെല്ലാം മറികടന്ന് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ചില വ്യക്തികളുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു. അടുത്ത സുഹൃത്തുക്കളുടെയോ സഹപ്രവർത്തകരുടെയോ സഹായം നിങ്ങൾക്ക് ലഭിക്കാവുന്നതാകുന്നു. സഹോദരങ്ങളുടെ പിന്തുണ, സഹായം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ 2024 പൂരം നക്ഷത്രക്കാർക്ക് വീടുകളിലേക്ക് സൗഭാഗ്യം കൊണ്ടുവരുവാൻ സാധിക്കും. അത് നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ആകാം. അത്തരത്തിൽ സൗഭാഗ്യം നിറയ്ക്കുവാൻ സാധിക്കും. ഭർത്താവിനും വളരെയധികം നേട്ടങ്ങൾ നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭർത്താവിൻ്റെ തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരാം. ഒന്നിലധികം ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് കഠിനാധ്വാനത്തിന്റെ ഫലങ്ങൾ ലഭിക്കുന്ന അവസരം കൂടിയാണ് ഇത്. ഭർത്താവിന്റെ ശമ്പളം വർദ്ധിക്കുക, ധനപരമായ നേട്ടങ്ങൾ എന്നിവയ്ക്കും സാധ്യത കൂടുതലാകുന്നു. മക്കൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാനും ഈ സമയം സാധിക്കുന്നതാകുന്നു. അത്തരത്തിൽ സന്തോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പല മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്കും ഉത്തരം കണ്ടെത്തുവാനും നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. എന്നാൽ ഇവരുടെ മനസ്സ് വിഷമിപ്പിക്കുകയാണ് എങ്കിൽ തിരിച്ചടി ഉറപ്പ് തന്നെയാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അത്തം നക്ഷത്രമാകുന്നു. അത്തം നക്ഷത്രക്കാരായ സ്ത്രീകൾ വളരെ ബുദ്ധിശാലികളാകുന്നു. വിവേകത്തോടെ കാര്യങ്ങളെ സമീപിക്കുവാൻ സാധിക്കും. കൗശലക്കാരുമാണ്. 2024 നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ അഥവാ നേടിയെടുക്കുവാൻ സാധിക്കുന്നവരാണ് അത്തം നക്ഷത്രക്കാരായ സ്ത്രീകൾ. പ്രത്യേകിച്ചും ഭർത്താവിനും കുടുംബത്തിനും സൗഭാഗ്യം കൊണ്ടുവരുവാൻ സാധിക്കും എന്നതും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതയാകുന്നു. അതിനാൽ അത്തം നക്ഷത്രക്കാരായ സ്ത്രീകൾ 2024 ഭാഗ്യദേവതകളായി മാറും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും.
കൂടാതെ സന്തോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കുടുംബപരമായി സന്തോഷകരമായ കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനോ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ഭർത്താവിന്റെ ബിസിനസ്സാണ് എങ്കിൽ പോലും ഭർത്താവിന് സൗഭാഗ്യങ്ങൾ നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. എന്നാൽ ചിലവിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തുക. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങളുടെ മക്കൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. അതേപോലെ അത്തം നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും വിദ്യയിൽ ഉയർച്ച നേടുവാനും ജോലി സമ്പാദിക്കുവാനും സാധിക്കും. ഭർത്താവിന് ആഗ്രഹിച്ച പോലെ പല കാര്യങ്ങളും ബിസിനസ് പരമായോ ജോലിപരമായോ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാകുന്നു. പൊതുവെ അത്തം നക്ഷത്രക്കാരും വീടിനും വീട്ടിലെ അംഗങ്ങൾക്കും പ്രത്യേകിച്ചും ഭർത്താവിന് സൗഭാഗ്യങ്ങൾ നൽകുന്ന നക്ഷത്രമായി മാറും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു. തിരുവോണം നക്ഷത്രക്കാരായ സ്ത്രീകൾ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യം തേടിയെത്താവുന്ന ഒരു വർഷം തന്നെയാണ് 2024. കൂടാതെ നിങ്ങളുടെ വീട്ടിൽ സൗഭാഗ്യം നിറയ്ക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാകുന്നു. പ്രത്യേകിച്ച് ഭർത്താവിന് വളരെയധികം സൗഭാഗ്യങ്ങൾ നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തിരുവോണം നക്ഷത്രക്കാരായ സ്ത്രീകൾ 2024 ഭാഗ്യദേവതകളായി മാറും. എന്നാൽ ഇവരുടെ മനസ്സ് വിഷമിപ്പിക്കുകയാണ് എങ്കിൽ ഇത്തരം സൗഭാഗ്യങ്ങൾ നഷ്ടമാവുകയും ചെയ്യും. അതിനാൽ ഭർത്താവിനും കുടുംബത്തിനും ഇത്തരം സൗഭാഗ്യങ്ങൾ ലഭിക്കണം എന്നില്ല. അതിനാൽ തന്നെ ഇവരുടെ മനസ്സ് അനാവശ്യമായി വിഷമിപ്പിക്കാതിരിക്കുക. എന്നാൽ തിരുവോണ നക്ഷത്രക്കാരായ സ്ത്രീകൾ ഭർത്താവിന് ജോലിപരമായും ബിസിനസ് പരമായും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന തരത്തിൽ സൗഭാഗ്യങ്ങൾ നൽകുവാൻ സാധിക്കുന്ന നക്ഷത്രമായി മാറും. 2024 ഇവരോടൊപ്പം നിൽക്കുന്ന വ്യക്തികൾക്ക് ഉയർച്ച മാത്രമേ വന്നു ചേരൂ. അത്രയും സൗഭാഗ്യം മറ്റുള്ളവർക്ക് നൽകുവാൻ സാധിക്കും. അവിവാഹിതരായ സ്ത്രീകളാണ് എങ്കിൽ തീർച്ചയായും ഈ സമയം വിവാഹം നടക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. കുടുംബത്തിൽ സന്തോഷം, സമാധാനം എന്നിവ വന്ന് ചേരുന്നതുമാകുന്നു. കൂടാതെ സന്താനങ്ങൾക്ക് ഉയർച്ച, പ്രത്യേകിച്ചും വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നൽകുവാൻ സാധിക്കുന്നതാകുന്നു. ഈ വർഷം തിരുവോണ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഗുണകരമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വർഷം തന്നെയാകുന്നു. നിക്ഷേപങ്ങൾ നടത്തുവാനും സാധ്യത കൂടുതലാണ്. ഭർത്താവിന് വിദേശത്ത് ജോലി പോലും ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ആഗ്രഹിച്ച ജോലി നേടിയെടുക്കുവാൻ അവർക്ക് സാധിക്കും. പൊതുവെ നോക്കുകയാണ് എങ്കിൽ തിരുവോണ നക്ഷത്രക്കാരായ സ്ത്രീകളും വീടുകളിൽ സൗഭാഗ്യം നിറയ്ക്കുന്നവരായി മാറും. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് പൊതുഫലത്താൽ ഇത്തരം സൗഭാഗ്യങ്ങൾ വീട്ടിൽ കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ നിറയ്ക്കുവാൻ സാധിക്കുന്ന നക്ഷത്രക്കാർ തന്നെയാകുന്നു. എന്നാൽ ഇവരുടെ മനസ്സ് വിഷമിപ്പിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഇത്തരം ഫലങ്ങൾ കുറയുന്നതാകുന്നു. അവർക്ക്, ഭർത്താവിന് അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഇത്തരം സൗഭാഗ്യങ്ങൾ കുറയും എന്ന് തന്നെ പറയാം. ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ തീർച്ചയായും ഈ സമയം കഠിനമായ പരിശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വളരെയധികം ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കും.